Hi friends, വരാനിരിക്കുന്ന എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിനും ആവശ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ആണ് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസും ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള പാർട്ട് 3 വീഡിയോ ആണിത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. So, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. First question, if W the total weight of soil mass and Ws is the weight of solids, then water content is equal to. Question പറഞ്ഞിരിക്കുന്നത് W എന്ന് പറഞ്ഞ ഒരു സോയിൽ മാസിന്റെ ടോട്ടൽ വെയിറ്റ് ആണ്. Ws എന്ന് പറയുന്ന സോളിഡ്സിന്റെ വെയിറ്റ് ആണ്. വാട്ടർ കണ്ടന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് weight of water divided by weight of solids ആണ്. ആ ഇക്വേഷൻ ആദ്യം അറിഞ്ഞിരിക്കണം. weight of water divided by weight of solids ആണ്. അതിനകത്ത് weight of water കണ്ടുപിടിക്കാൻ നമുക്ക് ടോട്ടൽ വെയിറ്റിൽ നിന്നും സോളിഡ്സിന്റെ വെയിറ്റ് മൈനസ് ചെയ്താൽ weight of water കിട്ടും അല്ലെ. അതാണ് W മൈനസ് WS ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് WW അല്ലെങ്കിൽ weight of water കിട്ടും. അതേ ഡിവൈഡഡ് ബൈ WS ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയ W ബൈ WS മൈനസ് WS ബൈ WS എന്താ 1 ആണ്. സോ അതാണ് ആ ഇക്വേഷൻ W ബൈ WS മൈനസ് 1. ജസ്റ്റ് ആ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വെയിറ്റിൽ നിന്നും WSനെ മൈനസ് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക, വാല്യൂ കിട്ടും. അപ്പൊ ഈ ഓപ്ഷനിൽ നമുക്ക് ഏതെടുക്കാം? W ബൈ WS മൈനസ് 1. ഓപ്ഷൻ സി ആണ് ആൻസർ. W ബൈ WS മൈനസ് 1. The relation between void ratio E, degree of saturation S, water content W is equal to. E, S, W ചേർന്ന് വരുന്ന ആ ഫോർമുല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ന്യൂമറിക്കൽ പ്രോബ്ലംസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ES is equal to WG. അതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. void ratio into degree of saturation is equal to water content into specific gravity ആണ് ആ ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ റിലേഷൻ ബിറ്റ്വീൻ ഈ പറയുന്ന ഇ എസ് ഡബ്ല്യു ജി എന്നുള്ളത് ഇക്വേഷന്റെ ആ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. ES is equal to WG. The equation of A line is. A ലൈന്റെ ഇക്വേഷൻ എന്താണ്? A ലൈൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പ്ലാസ്റ്റിസിറ്റി ചാർട്ടിൽ നിന്നുമാണ്. പ്ലാസ്റ്റിസിറ്റി ചാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ലിക്വിഡ് ലിമിറ്റ് എക്സ് ആക്സിസിലും പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് Y ആക്സിസും വേഴ്സസ് വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ് പ്ലാസ്റ്റിസിറ്റി ചാർട്ട് എന്ന് പറഞ്ഞാൽ. ലിക്വിഡ് ലിമിറ്റിന്റെ വാല്യൂ 20ക്ക് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതാണ് A ലൈൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. A ലൈനിന് മുകളിലുള്ള ആ ഒരു പോർഷനിലുള്ള വാല്യൂസ് എന്ത് വന്നു കഴിഞ്ഞാൽ ആ ടൈപ്പ് സോയിൽ ക്ലേ ആയിട്ടും, അതിന് A ലൈന് താഴെയാണെങ്കിൽ അത് സിൽട്ടോ അല്ലെങ്കിൽ ഓർഗാനിക്കോ ആണ്. അതാണ് M എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ സിൽട്ട് ആണ്. O എന്ന് വെച്ചാൽ ഓർഗാനിക്. മുകളിലുള്ള C റെപ്രസെന്റ് ചെയ്യുന്ന ക്ലേ ആണ്. അതിനകത്ത് പിന്നെ HIL എന്ന് കൂടി അതിന്റെ കൂടെ എഴുതിയിട്ടുണ്ട്. CH, CI ആൻഡ് CL. അതെന്ന് പറഞ്ഞാൽ ഹൈ പ്ലാസ്റ്റിസിറ്റി, ഇന്റർമീഡിയറ്റ് ആൻഡ് ലോ. അതാണ് അവിടുത്തെ റെപ്രസെന്റേഷൻ കാണിച്ചിരിക്കുന്നത്. ഇനി അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 35 ഇപ്പുറോട്ടാണെങ്കിൽ 35 കുറവാണെങ്കിൽ ഇത് ലോ ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ 35ഉം 50ഉം ആണ് ലിക്വിഡ് ലിമിറ്റിന്റെ വാല്യൂ. അതിനിടയിലാണ് എങ്കിൽ അത് ഇന്റർമീഡിയറ്റ് ആണ്. ഇനി 50 കൂടുതലാണെങ്കിൽ അത് ഹൈ റേഞ്ചിലുള്ള വാല്യൂസ് ആയിരിക്കും. സോ ഇത്രയാണ് അവിടെ പറയാനുള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ A ലൈന്റെ ഇക്വേഷൻ എന്താണ്? A ലൈന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. IP is equal to 0.73 into ലിക്വിഡ് ലിമിറ്റ് മൈനസ് 20. ലിക്വിഡ് ലിമിറ്റ് ആണ് WL എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. WL മൈനസ് 20. അപ്പൊ ഒന്നുകൂടെ പറയാം. IP is equal to 0.73 into WL മൈനസ് 20 ആണ് A ലൈനിന്റെ ഇക്വേഷൻ. ഗ്രൂപ്പ് ഇൻഡെക്സ് ഈസ് ബേസ്ഡ് ഓൺ. ഫസ്റ്റ് ഓഫ് ഓൾ സോയിലിന് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഓരോന്നിന്റെ ബേസിസിൽ. ഓരോ IS സ്പെസിഫിക്കേഷൻ, യൂണിഫൈഡ് ക്ലാസിഫിക്കേഷൻ, HRB, അങ്ങനെ കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആദ്യം നമുക്ക് അതൊക്കെ എന്തൊക്കെയാണെന്ന് ഈ ഓപ്ഷനിലുള്ള ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് IS പാർട്ടിക്കിൾ സൈസ് ക്ലാസിഫിക്കേഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചാർട്ടാണ്. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോയില് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകൂടി ഞാൻ പറയാം. ഫസ്റ്റ് ക്ലേ ആണ്. ക്ലേ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്
2 മൈക്രോൺസിൽ താഴെ, 2 ആണ് മാക്സിമം, ആൻഡ് 2 മൈക്രോണിൽ താഴെയുള്ള എല്ലാ സൈസിനും നമ്മൾ ക്ലേ, ഫൈനൽ പാർട്ടിക്കിൾ ആണ് ക്ലേ എന്ന് നമ്മൾ വിളിക്കും. അത് കഴിഞ്ഞിട്ടുള്ള സിൽറ്റ് ആണ്. സിൽറ്റ് ഇൻ ബിറ്റ്വീൻ 2 മൈക്രോൺ ടു 75 മൈക്രോൺ റേഞ്ച് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് സാൻഡ് ആണ്. സാൻഡ് 75 തൊട്ട് 4.75 mm ആണ്. അതിനകത്ത് ഫൈൻ ഉണ്ട്, മീഡിയം ഉണ്ട്, കോസ് ഉണ്ട് സാൻഡിനകത്ത് തന്നെ. ഫൈനർ ആണെങ്കിൽ 75 ടു 0.425 ആണ്. മീഡിയം ആണെങ്കിൽ 0.425 mm to 2 mm ആണ്. നെക്സ്റ്റ് കോസ് ആണെങ്കിൽ 2 mm to 4.75 mm ആണ്. നെക്സ്റ്റ് വൺ ആണ് ഗ്രാവൽ. ഗ്രാവലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 4.75 mm to 80 mm ആണ്. പിന്നെ കൊബിൾ ആണ്. കൊബിൾ എന്ന് പറയുമ്പോൾ 80 mm to 300 mm ആണ്. പിന്നെ ബോൾഡർ ഗ്രേറ്റർ ദാൻ 300 mm നമുക്ക് ബോൾഡർ ആയിട്ട് പറയാം. ഇതിനകത്ത് ക്ലേയും സിൽറ്റ് എന്ന് പറഞ്ഞാൽ ഫൈൻ ഗ്രെയിൻഡ് ആണ്. സാൻഡും ഗ്രാവൽ എന്ന് പറയുന്നത് കോസ് ഗ്രെയിൻഡ് ആണ്. ഈ ചാർട്ട് IS പാർട്ടിക്കിൾ സൈസ് ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ചാർട്ടാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് AASHTO എന്ന് പറഞ്ഞാൽ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്റ്റേറ്റ് ഹൈവേ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫീഷ്യൽസ്. നെക്സ്റ്റ് PRA എന്ന് വെച്ചാൽ പബ്ലിക് റോഡ് അഡ്മിനിസ്ട്രേഷൻ. HRB ഹൈവേ റിസർച്ച് ബോർഡ്. ഇതിന്റെ സോയിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഹൈവേ പെർമനന്റ് ഡിസൈനിനാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഇത് ബേസ് ചെയ്തിരിക്കുന്നത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടറിസ്റ്റിക് ലൈക്ക് കൺസിസ്റ്റൻസി ലിമിറ്റ്. നമുക്കറിയാം കൺസിസ്റ്റൻസി ലിമിറ്റുകൾ പഠിച്ചു. അതിന്റെ ബേസിസിലായിരിക്കും ഈ സോയിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഇനി സോയിൽ കുറെ ഗ്രൂപ്പുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ലൈക്ക് A1, A2 എക്സെട്ര A7 വരെ ആയിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ഏറ്റവും കൂടുതൽ ഹയർ ഗ്രേഡിലോട്ടേക്കുള്ള സോയിൽ അല്ലെങ്കിൽ A7 ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിലുകളായിരിക്കും. ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് വെച്ചാൽ അതിന്റെ ബിയറിംഗ് കപ്പാസിറ്റി ഒക്കെ കുറവാണ്. ആ ടൈപ്പ് സോയിലൊക്കെ ഫോളോ ചെയ്യുന്നത് കൂടുതൽ ഹയർ ഗ്രേഡ്സിലായിരിക്കും. ഇപ്പൊ കൂടുതൽ ഹയർ വാല്യൂസ് ആണെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ കൂടുതലാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് അത് നമ്മൾ ഈ പറയുന്ന പെർമനന്റ് ഉപയോഗിക്കാറില്ല. പുവർ ആയിട്ടുള്ള ടൈപ്പ് സോയിലാണ് ആ ടൈപ്പ്. കുറവാണ് ഗ്രൂപ്പ് നമ്പേഴ്സ് കുറവാണെങ്കിലാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ പെർമനന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. സ്മോളർ ദ ഗ്രൂപ്പ് നമ്പർ ബെറ്റർ ഈസ് ദ സോയിൽ ഫോർ പെർമനന്റ്. അതിനുവേണ്ടി ഗ്രൂപ്പ് ഇൻഡെക്സ് ഈസ് ബേസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ക്വാളിറ്റി ഓഫ് സോയിൽ വിത്തിൻ ഇറ്റ്സ് ഓൺ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ ക്വാളിറ്റി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗ്രൂപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. ഈ നമ്പർ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെർമനന്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഓഫ് സോയിൽ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഓപ്ഷനിലുള്ളതാണ് യൂണിഫൈഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഇതെന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ബേസ്ഡ് ഓൺ എയർഫീൽഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അഡോപ്റ്റഡ് ബൈ കസാഗ്രാനൈഡ്. ഇതിനകത്ത് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അത് ഓർത്തിരിക്കുക. 3 ക്രൈറ്റീരിയാസ് ആണ്: ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കംപ്രസിബിലിറ്റി. ഇതാണ് അതിന്റെ ക്രൈറ്റീരിയ ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ ഇത് ഉപയോഗിക്കുന്നത് ഈ ടൈപ്പ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത് യൂറോപ്യൻ കൺട്രീസ് ആണ്. ഓക്കെ, ഇത് ഉപയോഗിക്കുന്നത് എവിടാന്ന് ഓർത്തിരിക്കുക. യൂറോപ്യൻ കൺട്രീസ് ആണ് ഇത് ഫോളോ ചെയ്യുന്നത് ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ലാസ്റ്റ് ഓപ്ഷനിലുള്ളതാണ് IS സോയിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിറൈവ് ചെയ്തിരിക്കുന്ന ഇപ്പൊ യൂണിഫൈഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം മോളി പറഞ്ഞില്ലേ, അതിൽ നിന്നും ഡിറൈവ് ചെയ്തതാണ് IS സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞാൽ ഗ്രെയിൻ സൈസ്, പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്, കംപ്രസിബിലിറ്റി ഇവയാണ്. സോ ഇതാണ് മെയിൻലി നമുക്ക് ആ ഓപ്ഷനിൽ നിന്നുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗ്രൂപ്പ് ഇൻഡെക്സ് ഈസ് ബേസ്ഡ് ഓൺ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ ബേസിസിലാണ്? ഈസ് ബേസ്ഡ് ഓൺ ആൻസർ HRB. HRB എന്ന് പറയുന്നത് ഹൈവേ റിസർച്ച് ബോർഡ്. ഗ്രൂപ്പ് ഇൻഡെക്സിന്റെ വാല്യൂ സാധാരണ റേഞ്ച് ചെയ്യുന്നത് 0 to 20 ആണ്. സാധാരണ നമ്മുടെ റേഞ്ച് ചെയ്യുന്നത് 0 to 20 ആണ്. ഈ 20 റേഞ്ച് ഒക്കെ കൂടുവാണെങ്കിൽ ക്ലേ പാർട്ടിക്കിൾസ് ആണ് കൂടുതൽ നമ്മൾ പെർമനന്റ് ഡിസൈൻ ഒന്നും ഉപയോഗിക്കാറില്ല. ഈ 0 ഗ്രൂപ്പ് ഇൻഡെക്സിന്റെ വാല്യൂ 0 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവൽ, സാൻഡ്, സ്റ്റോൺ അങ്ങനെയുള്ള കുറച്ച് ബിയറിംഗ് കപ്പാസിറ്റീസ് ഒക്കെ കൂടുതലുള്ള പാർട്ടിക്കിൾ ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ വാല്യൂ ഗ്രൂപ്പ് ഇൻഡെക്സിന്റെ കൂടുന്തോറും അവിടുത്തെ പെർമനന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുവാണ് വാല്യൂ എങ്കിൽ നമ്മൾ ആ ടൈപ്പ് സോയിൽസ് ഒന്നും പെർമനന്റിന് ഉപയോഗിക്കുന്നില്ല. ഓൾറെഡി ഞാനിപ്പോ ഈ HRB ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ഗ്രൂപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു സോയിൽ പെർമനന്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സോയിലിന്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഗ്രൂപ്പ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. അതിന്റെ വാല്യൂ റേഞ്ച് ഓർത്തിരിക്കാം 0 to 20 ആണ്. 20 റേഞ്ച് ഒക്കെ വരുവാണെങ്കിൽ അത് പുവർ ആയിട്ടുള്ള സോയിൽ പെർമനന്റിനൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ലാത്ത സാധനമാണ്. പക്ഷെ 0 ഒക്കെ ആണെങ്കിൽ വാല്യൂ കുറവാണെങ്കിൽ നമുക്ക് പെർമനന്റിന്
നമ്മൾ ഉപയോഗിക്കാറുള്ള സോയിൽ ടൈപ്പ് ഓഫ് സോയിൽസ് ആണ്. സോ ആൻസർ ഗ്രൂപ്പ് ഇൻഡെക്സ് ഈസ് ബേസ്ഡ് ഓൺ HRB. The Highway Research Board classification of soil is based on. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ HRBയുടെ ക്ലാസിഫിക്കേഷൻ നോക്കിയായിരുന്നു. അത് എന്തിന്റെ ബേസിസിലാണ് ആ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെന്നും അതിനകത്ത് സ്പെസിഫൈ ചെയ്തിരുന്നു ഞാൻ. സോ ഇവിടുത്തെ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി വരും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാർട്ടിക്കിൾ സൈസ് കോമ്പോസിഷൻ ആൻഡ് പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. HRB സോയിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ് ചെയ്യുന്നത് പാർട്ടിക്കിൾ സൈസ് കോമ്പോസിഷനും ആൻഡ് പ്ലാസ്റ്റിസിറ്റി കാരയുടെ ബേസിസിലായിരിക്കും. The intensity of vertical pressure by Bossinus equation at a point Zm directly below the point load is. So ആദ്യം നമുക്ക് Bossinus equation എന്താന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബൊസിനസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഷാലോ ഫൗണ്ടേഷന് വേണ്ടിയുള്ളതാണ്. ഇപ്പൊ നമുക്ക് വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. സ്ട്രെസ് അറ്റ് ഇസഡ് ബിലോ ദ ലോഡ് നമ്മൾ Q ആണ് കൊടുക്കുന്നത്. അത് ഇസഡ് ഡെപ്ത് താഴെയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിക്കൽ സ്ട്രെസ് R ഫ്രം ദാറ്റ്, ആ വെർട്ടിക്കൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നതിൽ നിന്നും R ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള വെർട്ടിക്കൽ സ്ട്രെസിന്റെ ഇക്വേഷൻ ആണ് സിഗ്മ ഇസഡ് ഇസ് ഇക്വൽ ടു Q ബൈ ഇസഡ് സ്ക്വയർ ഇൻറ്റു 3/2π 1/1 plus R by Z the whole square the whole raised to 5/2 എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? അതിനകത്ത് ഞാൻ ആ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്ന ഒന്ന് എടുക്കാണ്. R ഈസ് ഇക്വൽ ടു 0 എന്ന്. R ഈസ് ഇക്വൽ ടു 0 എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3/2π ഇൻറ്റു 1/1 പ്ലസ് R by Z the whole square whole raised to 5/2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആറിന്റെ വാല്യൂ 0 ആയി. കാരണം പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നിടത്തെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ KB യുടെ വാല്യൂ എന്തായി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും 0.4775 എന്ന്. പിന്നെ ബാക്കിയുള്ളത് എന്തേ ഉള്ളൂ? Q ബൈ ഇസഡ് സ്ക്വയർ. നമ്മൾ സാധാരണ എഴുതുന്നത് സിഗ്മ ഇസഡ് ഇൻറ്റു Q ബൈ ഇസഡ് സ്ക്വയർ ഇൻറ്റു ഈ KB എന്നുള്ള വാല്യൂ ആണ്. സോ KB യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ആറിന്റെ വാല്യൂ 0 ആക്കി കൊടുക്കും. KB യുടെ വാല്യൂ 0.4775 എന്ന് കിട്ടും. പിന്നെ ഇൻറ്റു Q ബൈ ഇസഡ് സ്ക്വയർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വെർട്ടിക്കൽ സ്ട്രെസിന്റെ ഇക്വേഷൻ എന്ത് വരും? സിഗ്മ ഇസഡ് ഇസ് ഈക്വൽ ടു 0.4775 Q ബൈ ഇസഡ് സ്ക്വയർ എന്ന് കിട്ടും. സോ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് എ വെർട്ടിക്കൽ പ്രഷർ ബൈ ബൊസിനസ് ഇക്വേഷൻ അറ്റ് എ പോയിന്റ് ഇസഡം ഡയറക്ട്ലി ബിലോ ദ പോയിന്റ് ലോഡ്. കൊടുത്തിരിക്കുന്ന ലോഡിന് ഡയറക്റ്റ് താഴെയാവുമ്പോൾ ആറിന്റെ വാല്യൂ 0 ആവും. 0 ആവുന്നതിന് കറസ്പോണ്ടിങ് എന്ന് പറയുന്നത് സിഗ്മ ഇസഡ് ഇസ് ഈക്വൽ ടു KB ഇൻറ്റു Q ബൈ ഇസഡ് സ്ക്വയർ ആണ്. അപ്പൊ KB യുടെ വാല്യൂ നമ്മൾ R ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.4775 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ എ സിഗ്മ ഇസഡ് ഇസ് ഈക്വൽ ടു 0.4775 Q ബൈ ഇസഡ് സ്ക്വയർ എന്ന ആൻസർ വരും. The use of influence chart is suggested by. Influence chart സജസ്റ്റ് ചെയ്തത് ആരാണ്? ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് ചാർട്ട് ആണ്. ന്യൂമാർക്സിന്റെ ഇൻഫ്ലുവൻസ് കുറെ കോൺസെൻട്രിക്സ് ആയിട്ടുള്ള സർക്കിൾസ് ആണ്. ഇതിന്റെ ബേസിസിൽ നമ്മളൊരു ലോഡ് ആക്ട് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് വെർട്ടിക്കൽ സ്ട്രെസിന്റെ വാല്യൂ ഈ ചാർട്ടിന്റെ ബേസിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിലൊരു ഇക്വേഷൻ ഉണ്ട്. വെർട്ടിക്കൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു സിഗ്മ ഇസഡ് ഈക്വൽ ടു INQ. I ഇൻറ്റു N ഇൻറ്റു Q. I എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ആണ്. N എന്ന് പറയുന്നത് number of sectors or area units occupied by footings. എത്ര സെക്ടേഴ്സ് ഓഫ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ഥലത്തുണ്ട് എന്നതാണ് നമ്പർ ഓഫ് സെക്ടേഴ്സ് അല്ലെങ്കിൽ ഏരിയ യൂണിറ്റ് ഓക്യുപ്പൈഡ് ബൈ ഫൂട്ടിംഗ്. അതാണ് N എന്ന് പറയുന്നത്. Q എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ കിലോ ന്യൂട്ടൺ പെർ എം സ്ക്വയറിലോ അല്ലെങ്കിൽ കിലോഗ്രാം പെർ എം സ്ക്വയറിലോ ആയിരിക്കും തന്നിരിക്കുന്ന യൂണിറ്റ്. അതിന്റെ Q ആണ് എന്ന് വെച്ചാൽ ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ് ആണ്. സോ ഇത് വെച്ചിട്ട് ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. ഇക്വേഷൻ ഓർത്തിരിക്കുക. സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു INQ. ഇനി ഇതിന് കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ടു ഫൈൻഡ് ദ വെർട്ടിക്കൽ സ്ട്രെസ് ബിലോ ദ ലോഡഡ് ഏരിയ ഓഫ് എനി ഷേപ്പ്. ഏത് ഷേപ്പിലായിക്കൊള്ളട്ടെ ആ ഷേപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ചാർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ ദ പോയിന്റ് മേ ബി ലേ വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ ലോഡഡ് ഏരിയ. ആ പോയിന്റ് എന്ന് പറയുന്ന ഒന്നെങ്കിൽ മേ വിത്ത് ഇൻ ഓർ ഔട്ട്സൈഡ് ദ ലോഡഡ് ഏരിയ.
and each area unit is causes equal vertical stress at the center of the chart. And the Newmark's chart is based on Bossinus theory. Bossinus theory നേരത്തെ പറഞ്ഞിരുന്നു. ആ തിയറിയുടെ ബേസിസിലാണ് ഈ ന്യൂമാർക്സ് ചാർട്ട് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്ന ഒരു ചാർട്ടിന്റെ ബേസിസിലാണ്, കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് ആണ് ഇതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെർട്ടിക്കൽ സ്ട്രെസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. INQ, I എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെക്ടേഴ്സ് അല്ലെങ്കിൽ ഏരിയ യൂണിറ്റ്സ് ഓക്യുപ്പൈഡ് ബൈ ഫൂട്ടിംഗ് ആണ്, Q എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഓർത്തിരിക്കണം. The use of influence chart is suggested by. Influence chart സജസ്റ്റ് ചെയ്തത് ആരാണ്? അത് യൂസ് ചെയ്യുന്നതിന്റെ കാര്യം സജസ്റ്റ് ചെയ്തത് ആരാണ്? ന്യൂമാർക്സ് ആണ്. അതുകൊണ്ടാണ് ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് ചാർട്ട് എന്ന് നമ്മൾ പറഞ്ഞത്. എന്തിനാണ്? വെർട്ടിക്കൽ സ്ട്രെസിന്റെ ഒരു ലോഡഡ് ഏരിയയുടെ വെർട്ടിക്കൽ സ്ട്രെസ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് ചാർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ സജസ്റ്റ് ചെയ്തത് ആരാണ്? ന്യൂമാർക്സ്. A soil having particles of nearly the same size is known as. ഒരു സോയിൽ നമ്മൾ എടുത്തു, സോയിൽ പാർട്ടിക്കിൾ എടുത്തു, അതിനകത്ത് നമ്മൾ ഒരേ സൈസ് ഉള്ള പാർട്ടിക്കിൾസ് ആണ് കാണുന്നതെങ്കിൽ അതിനെ എന്താണ് വിളിക്കുന്നത്? അത് ഈ ഓപ്ഷനുള്ളത് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. സോ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ് വേഴ്സസ് പെർസെൻറ്റേജ് ഫൈനർ വരച്ചിരിക്കുന്ന ഒരു ഗ്രാഫാണ്. അതിനകത്ത് യൂണിഫോംലി ഗ്രേഡഡ്, വെൽ ഗ്രേഡഡ്, ഗ്യാപ് ഗ്രേഡഡ്, അങ്ങനെ ആ ഒരു സോയിലിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആ ഗ്രാഫിനകത്ത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വെൽ ഗ്രേഡഡിന്റെ ആ ഗ്രാഫ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് പാർട്ടിക്കിൾ സൈസ്, നമ്മൾ എക്സ് ആക്സിസിൽ പാർട്ടിക്കിൾ സൈസ് അല്ല വരച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാ ടൈപ്പ് പാർട്ടിക്കിൾ സൈസും വെൽ ഗ്രേഡിനകത്തുണ്ട്. അതുകൊണ്ടാണ് നിയർലി ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ അത് പോയേക്കുന്നത്. അതാണ് ഈ വെൽ ഗ്രേഡിന്റെ പ്രത്യേകത. എല്ലാ ടൈപ്പ് പാർട്ടിക്കിൾ സൈസും എക്സ് ആക്സിസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു ഗ്രാഫിലോട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടൈപ്പ് പാർട്ടിക്കിൾ സൈസും എന്താ ഈ വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള സോയിൽസിനകത്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. നെക്സ്റ്റ് യൂണിഫോംലി ഗ്രേഡഡ്, അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ സൈസ് സെയിം ആയിട്ട്, അതാണ് ഈ വെർട്ടിക്കൽ ആയിട്ട് തന്നെ എക്സ് ആക്സിസിൽ നിന്ന് പോയേക്കുന്നത്. പാർട്ടിക്കിൾ സൈസ് സെയിം ആണ്, അതാണ് യൂണിഫോംലി ഗ്രേഡഡ് എന്ന് പറഞ്ഞത്. ഏതോ ഒരു പാർട്ടിക്കിൾ സൈസ് സെയിം ആയിട്ട് സെയിം സൈസ് ആയിട്ട് പോയേക്കുന്നതിനാണ് യൂണിഫോംലി ഗ്രേഡഡ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ പ്യുവർലി ഗ്രേഡഡ് എന്നും വിളിക്കാറുണ്ട്. യൂണിഫോംലി ഗ്രേഡഡിന്റെ പ്രത്യേകതയാണ് ഇത് പ്യുവർ ആയിട്ടുള്ള ഗ്രേഡഡ് ആയിട്ടുള്ള സോയിൽ ആയിരിക്കും അത്. നെക്സ്റ്റ് വൺ ആണ് ഗ്യാപ് ഗ്രേഡഡ്. ഗ്യാപ് ഗ്രേഡഡ് എന്ന് പറയുന്നത് ഏതോ ഒരു പാർട്ടിക്കിൾ അവിടെ എന്താണ് മിസ്സിംഗ് ആണ്, അതാണ് ഗ്യാപ് ഗ്രേഡഡ് എന്ന് പറഞ്ഞാൽ. ചില ക്വസ്റ്റിനകത്ത് കണ്ടിട്ട് ഹൊറിസോണ്ടൽ കർവ്, ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒന്ന് സ്ട്രെയിറ്റ് വന്നിട്ട് പിന്നെ അത് ഹൊറിസോണ്ടൽ ആയിട്ട് പോയേക്കുവാണ്. അതാണ് ഈ ഗ്യാപ് ഗ്രേഡിന്റെ പ്രത്യേകത. ഗ്യാപ് ഗ്രേഡിൽ ഒരു പകുതി ഭാഗം വരുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ കർവിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൊറിസോണ്ടൽ കർവ് റെപ്രസെന്റേഷൻ എടുക്കുന്ന ഏത് ഗ്രേഡഡ് സോയിലാണെന്നുള്ളത്. സോ ആൻസർ ആണ് ഗ്യാപ് ഗ്രേഡ്. അതോടെ ഓർത്തിരിക്കുക. നമുക്ക് ഓരോന്നും ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വെൽ ഗ്രേഡഡ് സോയിൽ. വെൽ ഗ്രേഡഡ് സോയിൽ എന്ന് പറഞ്ഞാൽ സോയിൽ കണ്ടെയ്ൻ ഗുഡ് റെപ്രസെന്റേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഓൾ സൈസ്, എല്ലാ സൈസ് പാർട്ടിക്കിൾസും ആ സോയിലിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഗ്യാപ് ഗ്രേഡഡ് സോയിൽ. എക്സസ് ഓഫ് സർട്ടൻ പാർട്ടിക്കിൾസ് ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് ദ അതർ, അതാണ് ഗ്യാപ് ഗ്രേഡഡ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ആണ് യൂണിഫോംലി ഗ്രേഡഡ് അല്ലെങ്കിൽ പുവർലി ഗ്രേഡഡ് എന്ന് പറയും. മോസ്റ്റ് ഓഫ് പാർട്ടിക്കിൾ സൈസ് എന്ന് പറഞ്ഞാൽ ഒരേ നമ്മൾ എടുത്ത സോയിലിനകത്ത് എല്ലാം ഒരേ സൈസ് ആയിരിക്കും അതിന് ഉള്ളത്, അതേ രീതിയിലായിരിക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അതിനെയാണ് യൂണിഫോംലി ഗ്രേഡഡ് അല്ലെങ്കിൽ പ്യുവർലി ഗ്രേഡഡ് സോയിൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ എ സോയിൽ ഹാവിംഗ് പാർട്ടിക്കിൾസ് ഓഫ് നിയർലി ദ സെയിം സൈസ് ഈസ് നോൺ ആസ്. ഒരേപോലെയുള്ള സൈസ് ഉള്ള പാർട്ടിക്കിൾസ് ആ സോയിലിനകത്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് സോയിലിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, യൂണിഫോം സോയിൽ. Which of the following have an influence on the value of permeability? Permeability വാല്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് ആ പെർമിയബിലിറ്റിയുടെ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഏതാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി റിലേറ്റ് ചെയ്തൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ കാണാൻ പഠിക്കുക. C d10 സ്ക്വയർ E³ by 1 plus E ρW by mu. ഫസ്റ്റ് D10 എന്ന് പറയുന്നത് എന്താണ്? എഫക്റ്റീവ് സൈസ് ആണ്. E എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ ആണ്. ρW എന്ന് വെച്ചാൽ യൂണിറ്റ് വെയിറ്റ് ആണ്. പിന്നുള്ള മ്യൂ വിസ്കോസിറ്റി. ഇത് തന്നെ ഒരു റിലേറ്റ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സിനകത്ത് വരുന്നതാണ്, അത് ഓർത്തിരിക്കാം. ഇനി ബാക്കിയുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കെ ഓഫ് എ സോയിൽ എന്ന് വെച്ചാൽ അതിന്റെ എഫക്റ്റീവ്, ഞാൻ ഇപ്പൊ പറഞ്ഞ എഫക്റ്റീവ് സൈസ്, വോയിഡ് റേഷ്യോ, പിന്നെ അതാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ.
ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കൂടിക്കഴിഞ്ഞാൽ പെർമിയബിലിറ്റിയും അതിനോടൊപ്പം തന്നെ കൂടുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ ഗ്രെയിൻ സൈസ്, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, അതാണ് വിസ്കോസിറ്റി പറഞ്ഞത്. അതേപോലെ ഷേപ്പ്, സൈസ്, പാർട്ടിക്കിളിന്റെ ഷേപ്പും സൈസും, പിന്നെ സോയിലിനകത്തുള്ള ഓർഗാനിക് മാറ്റേഴ്സിന്റെ പ്രസൻസ്, അതേപോലെ സ്പെസിഫിക് സർഫസ് ഏരിയ, പാർട്ടിക്കിളിന്റെ സ്പെസിഫിക് സർഫസ് ഏരിയ, പിന്നെ സ്ട്രാറ്റിഫിക്കേഷൻ, സ്ട്രാറ്റാസ്, സോയിലിന്റെ സ്ട്രാറ്റാസ് എങ്ങനെയാണ്, അതും എന്താണ് പെർമിയബിലിറ്റി അഫക്ട് ചെയ്യുന്ന ഫാക്ടറാണ്. സോ ഇത്രയാണ് പെർമിയബിലിറ്റി അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് ആൻ ഇൻഫ്ലുവൻസ് ഓൺ ദ വാല്യൂ ഓഫ് പെർമിയബിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഗ്രെയിൻ സൈസ് വരും, വോയിഡ് റേഷ്യോ വരും, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വരും. സോ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദോസ്. സോ ആൻസർ ഓൾ ഓഫ് ദോസ്. ഫ്ലോ ലൈൻസ് ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് ആർ, അത് തമ്മിൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാരലാണോ, പെർപെൻഡിക്കുലർ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗിളിലാണോ ഇന്റർസെക്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് എന്താണ് ഫ്ലോ ലൈൻസ്, എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് എന്ന് നോക്കാം. സോ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഫ്ലോ നെറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഫ്ലോ നെറ്റ്സ് എന്ന് പറയുന്ന ഫ്ലോ ലൈന്റെയും ഇക്വിപൊട്ടൻഷ്യൽ ലൈന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഫസ്റ്റ് ഫിഗറിനകത്ത് ഫ്ലോ ചാനൽ കാണിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ഫിഗറിനകത്ത് ഫ്ലോ ഫീൽഡ് കാണിച്ചിട്ടുണ്ട്. ഫ്ലോ ചാനൽ എന്ന് പറയുന്നത് രണ്ട് അഡ്ജസന്റ് ആയിട്ടുള്ള ഫ്ലോ ലൈനുകളുടെ ഇടയിലുള്ള സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോ ചാനൽ എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഫ്ലോ ഫീൽഡ് എന്ന് പറയുന്നത് സ്പേസ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് ഫ്ലോ ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. ഫ്ലോ ലൈന്റെയും ഇക്വിപൊട്ടൻഷ്യൽ ലൈന്റെയും ഇടയ്ക്കുള്ള അത്രയും സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോ ഫീൽഡ് എന്ന് പറഞ്ഞത്. ഇറ്റ് വിൽ ബി ഓൾവേസ് സ്ക്വയർ. ഒരു സ്ക്വയർ ആയിട്ടായിരിക്കും ആ ഷേപ്പ്, ആ ഫ്ലോ ഫീൽഡിന്റെ ഷേപ്പ് എപ്പോഴും എന്തായിരിക്കും? ഒരു സ്ക്വയർ ആയിരിക്കും. അപ്പം ഇന്റർസെക്ട് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയായിരിക്കും? ഇക്വിപൊട്ടൻഷ്യൽ ലൈനും ഫ്ലോ ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും? ഒരു 90 ഡിഗ്രിയിലായിരിക്കും അവ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഡെഫിനേഷൻസ് ഒന്ന് നോക്കാം. ഫ്ലോ ലൈൻ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ. ഫ്ലോ ലൈൻസ് എന്ന് പറയുന്നത് പാത്ത് ഓഫ് വാട്ടർ പാർട്ടിക്കിൾസ് മൂവ്. വാട്ടർ പാർട്ടിക്കിൾ സീപ്പ് ഔട്ട് ചെയ്തു പോകുന്ന ആ ഡയറക്ഷൻ കാണിക്കുന്ന ലൈനാണ് ഫ്ലോ ലൈൻ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത് ലൈൻ ജോയിൻ ദ ഈക്വൽ ഹെഡ്. ഒരേ ഹെഡുള്ള പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. ഇനി ഇവ തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് ഫ്ലോ നെറ്റ്സ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ ആൻഡ് ഫ്ലോ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോ നെറ്റ്സ്. ഇനി ഫ്ലോ നെറ്റ്സ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? സീപ്പേജ് ലോസ് കണ്ടുപിടിക്കാം, സീപ്പേജ് പ്രഷർ, അപ്ലിഫ്റ്റ് പ്രഷർ, ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്, ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്ലോ നെറ്റ്സുകൾ ഉപയോഗിക്കുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലോ ലൈൻസും ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്നത് ഏത് ഡിഗ്രീസിലാണെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? നമ്മൾ പറഞ്ഞായിരുന്നു ഫ്ലോ ഫീൽഡിലേക്ക് വന്നപ്പം ആ രണ്ടും ഈ ഒരു സ്ക്വയർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഓൾവേസ് ബി എ സ്ക്വയർ ആണ്. അപ്പം ഇന്റർസെക്ട് ചെയ്യുന്നത് ഏത് ആംഗിളിലായിരിക്കണം? at 90 degree to each other. So intersecting lines at 90 degree to each other ആണ് flow lines and equipotential lines. So answer option D. The decrease in void ratio per unit increase in pressure. അതിനെ ഏത് ടേമിലാണ് നമ്മൾ വിളിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ഉള്ള ഒരു ടേം ആണ് കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ഡിക്രീസ് ഇൻ വോയിഡ് റേഷ്യോ പെർ യൂണിറ്റ് ഇൻക്രീസ് ഇൻ പ്രഷർ. അത് നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലേ ലെയർ കൺസിഡർ ചെയ്യാം. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ഒരു പിയിൽ നിന്നും പി പ്ലസ് ഡെൽറ്റ പിയിലേക്ക് ഇൻക്രീസ് ചെയ്തു. പ്രഷർ കൂടുന്ന സമയത്ത് വോയിഡ് റേഷ്യോ എന്തുവാ ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ വോയിഡ് സ്പേസസ് കുറയുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ കുറഞ്ഞു. വോയിഡ് സ്പേസസ് E0 തൊട്ട് E വരെയായിട്ട് അല്ലെങ്കിൽ EF വരെയായിട്ട് അതിന്റെ വോയിഡ് റേഷ്യോ ഡിക്രീസ് ചെയ്തു. പ്രഷർ കൂടിയപ്പോൾ വോയിഡ് റേഷ്യോ കുറഞ്ഞു. അപ്പം ഇത് ഈ ഒരു ക്ലേ ലെയറിന്റെ റെപ്രസെന്റേഷൻ ഓൺ ദി ടേം ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റിയിൽ എഴുതുവാണെങ്കിൽ AB is equal to, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ AB ആണ്. സോ AB is equal to E0 minus EF divided by delta P. ആ ഡിഫറൻസ് ഇൻ പ്രഷർ ആണ് ഡെൽറ്റ പി എന്ന് പറയുന്നത്. സോ അതാണ് അവിടെ ഇക്വേഷൻ ഡിഫൈൻ ചെയ്യുന്ന AB is equal to E0 minus EF by delta P. ഇവിടെ ഈ E എന്ന് പറയുന്ന ടേം വോയിഡ് റേഷ്യോ ആണ്. വോയിഡ് റേഷ്യോ പ്രഷർ കൂടുമ്പോൾ കുറയുമെന്ന് ഓർക്കുക. ആൻഡ് പ്രഷറും കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി AB എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയാണ് ചെയ്യുന്നത്. AB യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതല്ല. ഇപ്പൊ പ്രഷർ കൂടുന്ന സമയത്ത് AB യുടെ വാല്യൂ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി കുറയുകയാണ് ചെയ്യുന്നത്.
സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ ഡിക്രീസ് ഇൻ വോയിഡ് റേഷ്യോ പെർ യൂണിറ്റ് ഇൻക്രീസ് ഇൻ പ്രഷർ, അതിന് ഏത് ടേമാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്? ആൻസർ കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എ വി ആണ്. എ വി എന്ന് പറയുന്നത് പ്രഷർ കൂടുന്ന സമയത്ത് എ വിയുടെ വാല്യൂ എന്താ കുറയുകയാണ് ചെയ്യുന്നത്. സോ അതിന് ഡിഫൈൻ ചെയ്യുമ്പോൾ എ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ പി ആണ്. The seepage velocity VA is connected to discharge velocity capital V and porosity small n. First of all, seepage velocity equation കാണാതെ പഠിച്ചിരിക്കണം. Discharge velocity divided by porosity n. So answer എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. VA is equal to V by n. Seepage velocity is equal to discharge velocity divided by porosity ആണ്. The effective pressure at any plane in a soil mass is equal to. First of all, നമുക്ക് ഒരു പോർ പ്രഷർ ഉള്ള സോയിൽ കൺസിഡർ ചെയ്താൽ അതിനകത്ത് പോർ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടി നമ്മൾ ഒരു സോയിൽ മാസിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ വെർട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് പ്രഷർ പ്ലസ് പോർ പ്രഷർ എന്ന് വരും. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഫക്റ്റീവ് പ്രഷർ എന്താണ്? അപ്പൊ എഫക്റ്റീവ് പ്രഷർ എന്തായിരിക്കും? എഫക്റ്റീവ് പ്രഷർ ഈസ് ഈക്വൽ ടു ടോട്ടൽ വെർട്ടിക്കൽ പ്രഷർ മൈനസ് എന്ത് വരും? പോർ പ്രഷർ എന്ന് പറഞ്ഞു. So answer option D, total vertical pressure minus pore pressure. For uniformly graded soil, coefficient of curvature is. Uniformly graded soil, coefficient of curvature എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. First of all, coefficient of curvature equation എന്താണെന്ന് അറിയണം. അത് എത്രയാണ്? D60 by D10 ആണ് coefficient of curvature എന്ന് പറഞ്ഞാൽ. സോ അതിന്റെ വാല്യൂസ് യൂണിഫോംലി ഗ്രേഡഡ് ആണെങ്കിൽ 1 to 2 ആണ് റേഞ്ച് ചെയ്യുന്നത്. യൂണിഫോംലി ഗ്രേഡഡ് ആണെങ്കിൽ സിയുവിന്റെ വാല്യൂ 1 to 2 ആയിരിക്കും റേഞ്ച് ചെയ്യുന്നത്. വെൽ ഗ്രേഡഡ് ഗ്രാവൽ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 4, വെൽ ഗ്രേഡഡ് സാൻഡ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 6. ഈ വാല്യൂസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഇപ്പൊ സിയുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 to 2 ആണെങ്കിൽ അത് യൂണിഫോംലി ഗ്രേഡഡ് സോയിൽ ആണ്. ഗ്രേറ്റർ ദാൻ 4 ആണെങ്കിൽ വെൽ ഗ്രേഡഡ് ഗ്രാവൽ ആണ്. ഗ്രേറ്റർ ദാൻ 6 ആണെങ്കിൽ വെൽ ഗ്രേഡഡ് സാൻഡ് ആണ്. സോ ഇവിടുത്തെ അപ്പൊ ഓപ്ഷൻ ഏത് എടുക്കാം നമുക്ക്? ആൻസർ ഓപ്ഷൻ ഡി വരും. യൂണിഫോംലി ഗ്രേഡഡ് സോയിലിനകത്ത് സിയുവിന്റെ വാല്യൂ എത്രയാണ്? 1. ഡ്രൈ ഡെൻസിറ്റി ഓഫ് സോയിൽ ഈസ്. സോയിലിന്റെ ഡ്രൈ ഡെൻസിറ്റി എത്താണ്? ഇക്വേഷൻ എന്ന് പറയുന്നത് റോ ഡി ഈസ് ഈക്വൽ ടു WS ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ വി എന്ന് വെച്ചാൽ ടോട്ടൽ വോളിയം ആണ്. WS എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സോളിഡ് ആണ്, സോയിൽ അല്ല. സോളിഡിന്റെ വെയിറ്റ് ആണ് WS ഡിനോട്ട് ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആണ് ഡ്രൈ ഡെൻസിറ്റി ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ. സോ ആൻസർ ഓപ്ഷൻ സി വരും. ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ദ വെയിറ്റ് ഓഫ് സോളിഡ്സ് ടു ദ ടോട്ടൽ വോളിയം. ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ടു ദ ടോട്ടൽ വോളിയം. Bearing capacity should be calculated from criteria of. ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്തിന്റെയൊക്കെ ബേസിസിലാണ്, ഏതൊക്കെ ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആൻസർ എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് ആൻഡ് ഷിയർ. ഷിയറും നമ്മൾ കൺസിഡർ ചെയ്യും, ഷിയർ ഫെയിലിയറും ഉണ്ടാവുന്നത് നോക്കും. അതേപോലെ എത്രമാത്രം സെറ്റിൽ ചെയ്യുന്നുണ്ട് അതും എന്താണ്? ബിയറിംഗ് കപ്പാസിറ്റിയുടെ ഒരു ക്രൈറ്റീരിയക്കകത്ത് വരുന്നതാണ്. സോ ആൻസർ ഓപ്ഷൻ സി, ബോത്ത് സെറ്റിൽമെന്റ് ആൻഡ് ഷിയർ. A shallow foundation is a foundation that. ഫൗണ്ടേഷനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെപ്ത് ലെസർ ദാൻ ഓർ ഈക്വൽ ടു വിത്ത് ആവുന്ന ആ ഒരു കണ്ടീഷൻ ആണ് ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ ആണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ, സ്പ്രെഡ് ഫൗണ്ടേഷൻ, ഇതൊക്കെ അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് വിത്തിനെക്കാട്ടിലും കൂടുതലാവുന്ന കണ്ടീഷൻ ആണ് ഈ പറഞ്ഞ ഡീപ്പ് ഫൗണ്ടേഷൻ. എക്സാമ്പിൾ ആണ് വെൽ ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ, ഇതൊക്കെ അതിനകത്ത് എക്സാമ്പിളുമായിട്ട് വരുന്നതാണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ഷാലോ ഫൗണ്ടേഷൻ ഈസ് എ ഫൗണ്ടേഷൻ ദാറ്റ് അതിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ലെസ് ദാൻ വിത്ത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിത്ത് ആണ് കണ്ടീഷൻ. ഇവിടെ നമുക്ക് ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നത് ഷാലോ ഫൗണ്ടേഷൻ ഈസ് എ ഫൗണ്ടേഷൻ ദാറ്റ് has a depth of embedment less than its width. So answer എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. Floating foundation is a type of. Floating foundation എന്ന് പറഞ്ഞാൽ is a type of raft foundation ആണ്. ആൻസർ റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ് വരുന്നത്.
ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ നോക്കാം. റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യും, കോളത്തിന്റെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യാതെ തന്നെ എൻറ്റയർ ആയിട്ടുള്ള ഏരിയ ഒരു RCC സ്ലാബ് വെച്ച് കവർ ചെയ്യുന്നതാണ് ഈ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഇത് കൊടുക്കുന്നത്? ബിയറിംഗ് കപ്പാസിറ്റി കുറവുള്ള സോയിൽസിലൊക്കെ അതിന്റെ പവർ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റാഫ്റ്റ് ഫൗണ്ടേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ഹെവി ആയിട്ടുള്ള ജർക്കോ ഷോക്സോ സോയില് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അത് കൊടുക്കാൻ, അതേപോലെ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ആണ് ആ സ്ഥലത്ത് ഉണ്ടാകുന്നതെങ്കിൽ, സോയിലിൽ ഉണ്ടാകുന്നതെങ്കിൽ അത് കുറയ്ക്കാൻ, അതേപോലെ ക്ലേ അല്ലെങ്കിൽ റിക്ലൈംഡ് ആയിട്ടുള്ള സോയിൽസ് ഒക്കെയാണ് അവിടെ ഉള്ളതെങ്കിൽ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്ന ഈ റാഫ്റ്റ് ഫൗണ്ടേഷൻ ആയിരിക്കും. സോ ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്തുകൊണ്ട് പേര് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് എക്സ്കവേറ്റ് ചെയ്യുമല്ലോ, അതിനുണ്ടാവുന്ന ഒരു വെയിറ്റും അതേപോലെ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ബിൽഡിങ്ങിന്റെ ടോട്ടൽ വെയിറ്റും ഒന്ന് ഈക്വൽ ആക്കി അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ്കവേറ്റ് ചെയ്ത സോയിലിന്റെ വെയിറ്റും അതേപോലെ ആ ബിൽഡിങ്ങിന്റെ ടോട്ടൽ ലോഡിന്റെ വെയിറ്റും തമ്മിൽ ഈക്വൽ ആക്കി അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ സോയിലിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡിങ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി സെയിം ആയിട്ടായിരിക്കും ആഫ്റ്റർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ സോയിലിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ലോഡിങ് എന്തായിരിക്കും, സെയിം ആയിട്ടായിരിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ഈ റാഫ്റ്റ് ഫൗണ്ടേഷനെ നമ്മൾ ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻസ് എന്ന് വിളിക്കുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ റാഫ്റ്റ് ഫൗണ്ടേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഇത് എന്തിനാണ് ഇങ്ങനെ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് വിൽ ബി റെഡ്യൂസ് ദ സെറ്റിൽമെന്റ്. നമ്മൾ ആദ്യമേ പറഞ്ഞു റാഫ്റ്റ് ഫൗണ്ടേഷൻ സെറ്റിൽമെന്റ് റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റീസൺ ഇതാണ്. എന്താണ്, ഈ രണ്ടും വെയിറ്റുകൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പം മുകളിൽ നിന്ന് വരുന്ന ലോഡിങ് കാരണം കൺസ്ട്രക്ഷന് ശേഷവും ആ ലോഡിങ് തന്നെയായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ അതെന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റിൽമെന്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഫൗണ്ടേഷൻ തന്നെയാണ്, ഒരു റാഫ്റ്റ് ഫൗണ്ടേഷൻ തന്നെയാണ്. സോ ആൻസർ ഓപ്ഷൻ സി, റാഫ്റ്റ് ഫൗണ്ടേഷൻ. Cohesionless soil are formed due to. Cohesionless soil എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സോയിൽസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? റോക്ക് ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ വെതറിങ് സംഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, സോയിൽ ഉണ്ടാവുന്നത്. സോ അതുതന്നെയാണ് ആൻസർ ഓപ്ഷൻ സി, ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ്. റോക്സിന്റെ ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷന്റെ ഭാഗമായിട്ടാണ്. കോഹിഷൻലെസ് സോയിലിന് എക്സാമ്പിൾ ഏതാണ്? If plasticity index of a soil mass is 0, the soil is. അതിന് ആദ്യം എന്താണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്? പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് IP = WL - WP ആണ്. എന്ന് വെച്ചാൽ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. അതിന്റെ വാല്യൂ 0 വരുന്ന ടൈപ്പ് സോയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാൻഡ്. IPയുടെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ അത് സാൻഡ് ആണ്. IPയുടെ വാല്യൂ 20 വന്നു കഴിഞ്ഞാൽ അതും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ IPയുടെ വാല്യൂ 20 വന്നു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ക്ലേ ആണ്. അത് ഓർത്തിരിക്കുക. അപ്പൊ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്തായിരുന്നു? WL - WP ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. IPയുടെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ സാൻഡ്, IPയുടെ വാല്യൂ 20 വന്നു കഴിഞ്ഞാൽ ക്ലേ. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണുള്ളത്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.